ഗുഡ് മോർണിംഗ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മീനിങ്ങും അതുപോലെ നേച്ചർ ദെൻ കോമ്പോണൻസും കോൺസെപ്റ്റ്സും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയത്. അതിൽ ആ ഡെഫിനേഷൻ എന്തായാലും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ ആ കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നല്ലെങ്കിൽ രണ്ടും ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ഏതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇത് കമ്പാരിസൺ ആണ്. നമ്മൾ ഇന്നലെ പഠിച്ച രണ്ട് കോൺസെപ്റ്റുകൾ പഠിച്ചു. ഗ്രോസ് കോൺസെപ്റ്റും അതുപോലെ നെറ്റ് കോൺസെപ്റ്റും പഠിച്ചു. അത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റ്, ഗ്രോസ് വർക്കിംഗ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ്. അതായത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്താ ചെയ്യുക, കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്തിട്ടാണ് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ്സ് ആണ്. മറ്റേത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. Then it indicates the firm's ability to meet its operating expenses and current liability. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ കമ്പനിക്ക് അതിൻ്റെ എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും അതുപോലെ കറണ്ട് ലയബിലിറ്റീസും മീറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള കറണ്ട് അസറ്റ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏത് കോൺസെപ്റ്റ് പ്രകാരം? നെറ്റ് വർക്കിംഗ് കോൺസെപ്റ്റ് പ്രകാരം. കാരണം അതിൽ നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് പറ്റില്ല. അതിൽ നമുക്ക് എന്താ പറ്റുള്ളൂ? ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ടോട്ടൽ എമൗണ്ട് അവൈലബിൾ ഫോർ ഫിനാൻസിങ് ദ കറണ്ട് അസറ്റ്. നമ്മുടെ കമ്പനിയിൽ എത്ര എമൗണ്ട് കറണ്ട് അസറ്റ് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ആ കറണ്ട് അസറ്റ് ഉപയോഗിച്ച് എത്ര കറണ്ട് ലയബിലിറ്റി നമുക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് അറിയില്ല. നെറ്റ് കോൺസെപ്റ്റ് ആണെങ്കിൽ ഇത്രയ്ക്ക് കറണ്ട് അസറ്റ് ഉണ്ട്, അതിൽ നിന്നും ഇത്ര എമൗണ്ട് കറണ്ട് ലയബിലിറ്റിക്ക് മാറ്റി വെക്കണം കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് അടുത്ത ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം കമ്പനിക്ക് അതിൻ്റെ കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേതിൽ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. Expressed as current asset minus current liability, expressed as total current asset. നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്താലാണ് വർക്കിംഗ് ക്യാപിറ്റൽ ആവുക. അതേസമയം ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ is equal to total amount of current asset. Then it is a accounting concept, it is a financial management concept. Net working capital എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ്. അതേസമയം ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആണ്. And it is suitable for sole trader and partnership firm, suitable for company. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സോൾ ട്രേഡറും അതായത് സിംഗിൾ ഓണർഷിപ്പ് കമ്പനികൾക്കും അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേമുകൾക്കുമാണ് അത് അപ്ലിക്കബിൾ ആവുക. പക്ഷേ കമ്പനികൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഗ്രോസ് കോൺസെപ്റ്റ് ആണ്. Then useful to find out the true financial position of a firm does not reveal the true financial position of a firm. ഒരു കമ്പനിയുടെ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ എന്താണ്? കറണ്ട് അസറ്റിൽ നിന്ന് നമുക്ക് വരുന്ന ലയബിലിറ്റീസ് ഒക്കെ ലെസ് ചെയ്ത് ബാക്കി എത്ര എമൗണ്ട് ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു ഗ്രോസ് കോൺസെപ്റ്റ് ആണെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് ഇത്രയ്ക്ക് പൊസിഷൻ എത്രയാണ് ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. കാരണം അവിടെ എന്തുമാത്രം നമുക്ക് അറിയുള്ളൂ? കറണ്ട് അസറ്റ് മാത്രം അറിയുള്ളൂ. ആ കമ്പനിക്ക് എത്ര കറണ്ട് ലയബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ കമ്പനിയുടെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ പഠിച്ചതിൻ്റെ കൂടി ഇതും കൂടി ഒന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ അത് വരാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് എഴുതി മാർക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. അതായത് വർക്കിംഗ് ക്യാപിറ്റലിലെ ടൈപ്സ് മെയിനായിട്ടും 2 ടൈപ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിനുള്ളത്. ഫസ്റ്റ് വൺ പറയണത് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഒരു കമ്പനിയിൽ പെർമനൻ്റ് ആയിട്ട് ഇരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്താണെന്നറിയാം? ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് കമ്പനിയിൽ മാറ്റി വെച്ചിരിക്കുന്ന ആ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് പെർമനൻ്റ് ആണെങ്കിൽ ദാറ്റ് ബിക്കം പെർമനൻ്റ് ഓർ അതിൻ്റെ വേറൊരു പേരാണ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്തോരം ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായാലും നമ്മളിപ്പോൾ 10,000 റുപ്പിയാണ് നമ്മുടെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ അത് എപ്പോഴും നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവും. 10,000 കുറയാനായിട്ട് പാടില്ല.
അതിനെ വിളിക്കുന്ന പേരാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു എൻഷുർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇപ്പോൾ സപ്പോസ് എൻ്റെ കമ്പനി ഡിസൈഡ് ചെയ്തേക്കാണ് 10,000 റുപ്പീസാണ് എൻ്റെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തീരുമാനിച്ചിരിക്കുന്നു. കമ്പനിക്ക് ഏതവസ്ഥയിലും എപ്പോഴും എത്രയുണ്ടായിരിക്കണം? പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എത്ര രൂപ ഉണ്ടായിരിക്കണം? 10,000 റുപ്പീസ് ഉണ്ടായിരിക്കണം. അത് കുറയാനായിട്ട് പാടില്ല. ആ 10,000 റുപ്പീസിനെ വിളിക്കുന്ന പേരാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു എൻഷുർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനാ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഫോർ ദി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മൾ കുറേ കാശ് ചിലവാക്കിയിട്ട് ഫിക്സഡ് അസറ്റ് ആയിട്ട് ഒരു മെഷീൻ്റെ അവിടെ കൊണ്ടിട്ടു. അതിൽ വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസോ അതിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് റോ മെറ്റീരിയൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അത് വേസ്റ്റാണ്. അപ്പം നമുക്ക് ഒരു ഫിക്സഡ് അസറ്റ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. കാരണം ഈ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കുന്നതും അതുപോലെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള ക്യാഷൊക്കെ വരുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നാണ്. അപ്പോൾ അതാണ് പറയുന്നത് റിക്വയർഡ് ടു എൻഷുർ ദി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മുടെ കമ്പനിയിൽ വാങ്ങി വെച്ചിരിക്കുന്ന ഫിക്സഡ് അസറ്റ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയിൽ മിനിമം ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് പെർമനൻ്റ്ലി ബ്ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്. അത് സ്ഥിരമായിട്ട് ഇപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മിനിമം വേണ്ടത് 10,000 എന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ എപ്പോഴും ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്കായിട്ടോ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സായിട്ടോ 3 കമ്പോണൻസ് മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ക്യാഷ് അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സാണ് വരിക. ആ ഫോമിൽ നമ്മുടെ കമ്പനിയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതാണ് ഇറ്റ് ഈസ് പെർമനൻ്റ്ലി ബ്ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്. നമ്മുടെ മൊത്തം കറണ്ട് അസറ്റ് എപ്പോഴും 10,000-നേക്കാൾ കുറയാനായിട്ട് പാടില്ല. ആ ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ തന്നെ 3 സബ് ഡിവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ആ വേർഡ് മീനിങ് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്തായിരിക്കും. ഇനീഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് നീഡഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബിസിനസ്. തുടക്കത്തിൽ നമുക്ക് വരുന്ന എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ ബിസിനസ് ഈസ് കമൻസ്ഡ്. അത് വെച്ചിട്ടാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കമ്പനി തുടങ്ങുന്ന അവസരത്തിൽ കമ്പനിക്ക് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് നീഡഡ് ഫോർ ദി കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. റെഗുലർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റൊട്ടീൻ ജോബ്സ്, റൊട്ടീനായിട്ട് എല്ലാ ദിവസവും നമുക്ക് വരുന്ന എക്സ്പെൻസസ്. മറ്റേന്ന് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ വരുന്ന പ്രൊമോഷന് വേണ്ടിയിട്ടും അതുപോലെ സ്റ്റാർട്ടിങ്ങിനും വരുന്ന എക്സ്പെൻസാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലിൽ വരിക. ഈ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും റൊട്ടീനായിട്ട് റെഗുലറായിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസിനും വിളിക്കുന്ന പേരാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാപിറ്റൽ. നമുക്കറിയാം ഇത് ഇപ്പോൾ സപ്പോസ് ഒരു ദിവസം നമ്മളിപ്പോൾ എംപ്ലോയീസിനെ ദിവസക്കൂലിയാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ 10 എംപ്ലോയീസിന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് 10 പേർക്ക് 1,000 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ 10,000 റുപ്പീസ് അതിന് മാറ്റി വയ്ക്കണം. അതുപോലെ ഓരോ മാസം നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടിക്കണം, വാട്ടർ ബില്ല് അടയ്ക്കണം. അങ്ങനെയാണ് പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ട് വരുന്ന പല പല എക്സ്പെൻസുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയും ചെയ്യാം. അത് ലിക്വിഡായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും വേണം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ വരുന്നത് ഓരോ മാസത്തിലായിരിക്കും. അപ്പോൾ ഏതാണ്ട് ആ ദിവസം സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനുള്ള ക്യാഷ് മാറ്റി വയ്ക്കണം. ദെൻ വാട്ടർ ബില്ല് അങ്ങനത്തെ എല്ലാ ബില്ലുകൾക്കുള്ള എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ അത് അങ്ങനെ മാറ്റി വയ്ക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ദ തേർഡ് വൺ ഈസ് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. റിസർവ് മാർജിൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം റിസർവ് എന്തിനാ മെയിൻറ്റെയിൻ ചെയ്യണത്? ഫ്യൂച്ചറിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് വരാണെങ്കിൽ അത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും റിസർവ് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം റിസർവായിട്ട് മാറ്റി വയ്ക്കും. അതിനെ വിളിക്കുന്ന പേരാണ് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ടു മീറ്റ് ദി കണ്ടീജൻസി ദാറ്റ് മേ എറൈസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ വരാവുന്ന കണ്ടീജൻസി മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. കണ്ടീജൻസി ഉദ്ദേശിക്കുന്നത് ഡിപ്രഷൻ, സ്ട്രൈക്ക്, പ്രൈസ് ഹൈക്ക് എക്സെട്ര ഏത് വേണമെങ്കിലും ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീജൻസി നമുക്ക് വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ വിളിക്കുന്ന പേരാണ് റിസർവ് മാർജിൻ.
അങ്ങനെ 3 സബ് ടൈപ്പാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനുള്ളത്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് കെപ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. അതിൽ ഫസ്റ്റ് വൺ ഇനീഷ്യൽ വിച്ച് ഈസ് റിക്വയർഡ് അറ്റ് ദ ബിഗിനിങ് ഓർ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദി ബിസിനസ്. Second, regular, which is required for doing regular activities, and last one is reserve margin, which is for meeting unforeseen contingency that may arise in future. അപ്പോൾ ഇതാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പെർമനൻറ്റ് പഠിച്ചു. അതിൻ്റെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടെമ്പററി ഓർ വാരിയബിൾ. അവിടെ പെർമനൻറ്റ് ഓർ ഫിക്സഡ് പഠിച്ചോണം തന്നെ ഇവിടെ 2 പേരുണ്ട്. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഓർ വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ടെമ്പററി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എനി എമൗണ്ട് ഓവർ ആൻഡ് എബോവ് ദി പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ വരുന്ന ഏത് വർക്കിംഗ് ക്യാപിറ്റലിനും വിളിക്കുന്ന പേരാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ എത്ര പെർമനൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ് വന്നെന്ന് പറഞ്ഞു. അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 10,000 റുപ്പീസാണ് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ആ 10,000 റുപ്പീസിനേക്കാൾ മുകളിൽ 1 രൂപയോ 10 രൂപയോ 1,00,000 രൂപയോ കൂടിയാലും അതിനെ വിളിക്കുന്ന പേരാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ സപ്പോസ് എൻ്റെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ 20,000 ഉണ്ടെങ്കിൽ 10,000 പെർമനൻറ്റും ബാലൻസ് ആയ 10,000 ആണ് ടെമ്പററി ആയിട്ട് വരിക. 50,000 ഉണ്ടെങ്കിലും 10,000 പെർമനൻറ്റും ബാലൻസ് വരുന്ന 40,000 ആണ് നമ്മുടെ ടെമ്പററി ആയിട്ട് വരിക. അപ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓവർ ആൻഡ് എബോവ് ദി പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ദിസ് വാരീസ് വിത്ത് വോളിയം ഓഫ് ബിസിനസ്. നമുക്ക് ബിസിനസ് കൂടുമ്പോൾ കൂടുതൽ എക്സ്പെൻസുകൾ ഉണ്ടാവും. കൂടുതൽ റോ മെറ്റീരിയൽ മേടിക്കേണ്ടി വരും, കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യും, അപ്പോൾ അവർക്കൊക്കെ സാലറി കൊടുക്കണം, ദെൻ എല്ലാ ഫിക്സഡ് എക്സ്പെൻസുകളൊക്കെ കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഏത് മാറ്റാൻ പറ്റില്ല, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാറ്റാൻ പറ്റില്ല. അത് എല്ലാ കാലത്തും 10,000 തന്നെയാണ്. അപ്പോൾ നമ്മൾ മാറ്റുന്നത് ഏതായിരിക്കും? ഈ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടും തോറും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കുറയും തോറും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ദിസ് ഈസ് ടു മീറ്റ് ദ സീസണൽ ആൻഡ് സ്പെഷ്യൽ നീഡ്സ്. നമ്മളിതിന് മെയിനായിട്ടും സീസണൽ ഡിമാൻഡ്സ് വരുമ്പോൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഈ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. അതാണ് ടെമ്പററി ഓർ വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഓവർ ആൻഡ് എബവ് ദി permanent working capital and it varies with volume of business. When the volume increases, this also increases, decreases, that also decreases. Okay. ഇതിലും നേരത്തെ പോലെ തന്നെ 2 സബ് ടൈപ്പ് വരുന്നുണ്ട്. സീസണൽ വർക്കിംഗ് ക്യാപിറ്റലും സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും. നമുക്ക് വേർഡ് മീനിങ് അറിയാം. ഒന്നാമത്തെ സീസണൽ, ഏത് സമയത്ത്? ഓൺ സീസണിലെ. എൻ്റെ പ്രൊഡക്റ്റ് ഒരു സീസണൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു പീരീഡ് വരെ സീസൺ ആയിരിക്കും, അത് കഴിഞ്ഞ് സീസൺ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സീസൺ സമയത്ത് കൂടുതൽ പ്രൊഡക്ഷൻ വേണം, അപ്പോൾ അവിടെ എക്സ്പെൻസ് കൂടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാം. സീസൺ കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അംബ്രല ഒരു സീസണൽ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ സീസൺ സമയത്ത് കൂടുതൽ പ്രൊഡക്ഷൻ വേണ്ടി വരുന്നതുകൊണ്ട് ആ കമ്പനിക്കാർ ഏതാണ്ട് ഒരു ഏപ്രിൽ തൊട്ട് ഒരു സെപ്റ്റംബർ വരെ അവർ നല്ല വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം. അവർക്ക് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ കഴിഞ്ഞാലൊക്കെ അവർക്ക് പ്രൊഡക്ഷൻ കുറയും, അപ്പോൾ ഓഫ് സീസണായി, അപ്പോൾ അവർക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. അപ്പോൾ ആ സമയത്തൊക്കെ അവരെന്ത് ചെയ്യും? സീസൺ സമയത്ത് അവരുടെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ കൂട്ടും, ഓഫ് സീസണിൽ അവരുടെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ കുറയ്ക്കും. അതാണ് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ. Then the second type is special working capital. നമ്മൾ നേരത്തെ പെർമനൻറ്റിൽ ഒരു റിസർവ് മെയിൻറ്റെയിൻ ചെയ്തില്ലേ ഫോർ മീറ്റിംഗ് അൺഫോർസീൻ കണ്ടിജൻസി, അതുപോലെ തന്നെ ടെമ്പററിയിലും നമ്മളൊരു റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെങ്കിലും അൺഫോർസീൻ കണ്ടിജൻസീസ് വന്നാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിലും ഒരു റിസർവ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റിലുണ്ട്, ടെമ്പററിയിലുണ്ട്. പെർമനൻറ്റിൽ വിളിക്കുന്ന പേര് റിസർവ് മാർജിൻ, ടെമ്പററിയിൽ വിളിക്കുന്ന പേര് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ടു ബി മെയിൻറ്റെയിൻ ടു മീറ്റ് അൺഫോർസീൻ കണ്ടിജൻസി. ഫ്യൂച്ചറിൽ വരുന്ന അൺസർട്ടനിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. It may be required to carry out the special sales campaign or financing slow moving stock etc. എന്ത് കണ്ടിജൻസി വേണമെങ്കിലാവാം, അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ടെമ്പററി ഓർ വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് പറയാനുള്ളത്. മീനിങ് ഓവർ ആൻഡ് എബവ് ദി പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. Two subtypes are there. First one seasonal, which is during on season huge amount, off season
few amount. Then special working capital, that is the reserve which is maintained for meeting unforeseen contingency. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടൈപ്പായിട്ട് പറയുന്നത്. ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്, ടെമ്പററിയും പെർമനൻറ്റും ആയിട്ട് പറഞ്ഞത്. അതല്ലാണ്ട് വേറെ അതർ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒന്ന് നോക്കി വെക്കണം. ഫസ്റ്റ് വൺ ഈസ് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, സെക്കൻഡ് വൺ ഈസ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. എളുപ്പമാണ്. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണത് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേര് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കണം ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച രണ്ട് കോൺസെപ്റ്റ്, ഗ്രോസ് കോൺസെപ്റ്റും നെറ്റ് കോൺസെപ്റ്റും. ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന കറണ്ട് അസറ്റ് മുഴുവൻ ടോട്ടൽ ചെയ്താൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന കറണ്ട് അസറ്റ് ടോട്ടൽ ചെയ്യാം, ദെൻ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന കറണ്ട് ലൈബിലിറ്റീസ് ടോട്ടൽ ചെയ്യാം. അങ്ങനെ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി കുറച്ചാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഈ രണ്ട് ടൈപ്പിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് ഏത് ഫിഗേഴ്സിനെയാണ്? ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സിനെയാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വി ആർ യൂസിങ് ദ ഫിഗേഴ്സ് ഫ്രം ദി ബാലൻസ് ഷീറ്റ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൾഡ് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. The second one is cash working capital. നേരത്തെ നമ്മൾ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഉപയോഗിച്ചതിന് പകരം നമ്മൾ ഒരു P&L അക്കൗണ്ടിലത്തെ ഫിഗറാണ് അല്ലെങ്കിൽ P&L അക്കൗണ്ടിലത്തെ ഐറ്റംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഇപ്പോൾ P&L അക്കൗണ്ടിൽ സാധാരണ വരിക എക്സ്പെൻസസും ഇൻകവുമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. This is calculated from items appearing in the P&L account. It is required to make day-to-day expenses like wages, salary, interest, etc. അപ്പോൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് ആയി വേജസ്, സാലറി, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ അതർ ടൈപ്സിൽ രണ്ടെണ്ണമാണ് വരിക, ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റലും. ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ഐറ്റംസിലും, ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ P&L അക്കൗണ്ട് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ റീസൺസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ ഹേർട്ട് ഓഫ് ബിസിനസ്. നമ്മൾ ലൈഫ് ബ്ലഡ് പഠിച്ചു, ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഏതാണ്? ഫിനാൻസ് എന്ന് പഠിച്ചു. ഇപ്പോൾ പഠിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഹേർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് പമ്പ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ ബ്ലഡായ ഫിനാൻസ് പമ്പ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. നമ്മുടെ ബോഡിയിൽ ഹാർട്ട് ഫെയിലായാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവണ പോലെ തന്നെ ഒരു ബിസിനസ്സിലെ ഹാർട്ടായ വർക്കിംഗ് ക്യാപിറ്റൽ ഫെയിലിയർ ആയാൽ, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ബിസിനസ്സിലും അതിന് ഇഫക്റ്റ് ചെയ്യും. കാരണം അവിടെ നിന്നാണ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ബിസിനസ്സിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്. ആ ഫിനാൻസ് പമ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നാണ്. ബിസിനസ് ഫംഗ്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഹേർട്ട് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അതുകൊണ്ട് തന്നെ അത് കേടുകൂടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. Then second one is, if the working capital position is weak, a firm cannot work smoothly although there is large investment in fixed asset. നമ്മുടെ കമ്പനിയിൽ ചിലപ്പോൾ വേണ്ടോളം ഫിക്സഡ് അസറ്റുകൾ ഉണ്ടാവാം, പക്ഷേ അതിന് ഈക്വലൻ്റ് ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഒരു കമ്പനിക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ വലിയ കാശ് മുതലാക്കി ഒരു 5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു ഫിക്സഡ് അസറ്റ്, ഒരു മെഷീനറി മേടിച്ചിട്ടു. അതിന് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും എംപ്ലോയീസും പവറും ഫെസിലിറ്റീസും കൊടുത്താൽ മാത്രമേ ആ 5 ലക്ഷം മുടക്കിന് നമുക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊരു മെഷീനറി ആയിട്ട് അവിടെ മൂലക്കിൽ കിടക്കുന്നുണ്ടാവുള്ളൂ. അതാണ് പറയുന്നത് ഇഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഈസ് വീക്ക്, എ ഫേം cannot വർക്ക് സ്മൂത്ത്ലി ഓൾദോ ദർ ഈസ് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്. നമുക്ക് വേണ്ടോളം ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കമ്പനിക്ക് കിട്ടില്ല.
Then next point is it is needed for the purchase of raw material for meeting day-to-day expenses etc. സാധാരണ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ള മറ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്, റോ മെറ്റീരിയൽ പർച്ചേസിനും ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്. ദെൻ നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഷുഡ് നൈദർ ടു ലാർജ് ഓർ ടു സ്മോൾ. വർക്കിംഗ് ക്യാപിറ്റൽ വല്ലാണ്ട് കൂടാനും പാടില്ല, വല്ലാണ്ട് കുറയാനും പാടില്ല. അതിൻ്റെ ഡ്രോബാക്സ് ഒക്കെ നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയ്ക്ക് മനസ്സിലാക്കുക. ആവശ്യത്തിനുള്ള ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. വർക്കിംഗ് ക്യാപിറ്റൽ കൂടും വേണ്ട, കുറയും വേണ്ട. ദെൻ inadequate working capital is disastrous whereas redundant working capital is a criminal wastage. അതായത് ഇന്നാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ, ആവശ്യത്തിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് എ ത്രെറ്റ് ടു ദ കമ്പനി. ബിസിനസ്സിന് അത് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഡിസാസ്റ്റർ, ദാറ്റ് ഈസ് എ ത്രെറ്റ്, അതായത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. വെറാസ് റിഡണ്ടന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ ക്രിമിനൽ വേസ്റ്റ്. റിഡണ്ടന്റ് മീൻസ് എക്സസ്, കൂടുതൽ, ആവശ്യത്തിൽ കൂടുതൽ. നേരത്തെ കുറവായിരുന്നു, ഇവിടെ റിഡണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിനേക്കാൾ കൂടുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ക്രിമിനൽ വേസ്റ്റ്. ക്രിമിനൽ വേസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫണ്ട് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുകയാണ്. ഫണ്ട് ഈസ് എ നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ നാച്ചുറൽ റിസോഴ്സസും ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ വേണം. സ്കേഴ്സ് ആണ്, അത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നാച്ചുറൽ റിസോഴ്സസ് ആയ ഫണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് ഈസ് എ ക്രിമിനൽ വേസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടും പറയുന്നത് ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഹേർട്ടാണ്. അത് വീക്കായാൽ നമ്മുടെ എൻറ്റയർ ബിസിനസ് ഫ്ലോപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡേഞ്ചേഴ്സ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. കഴിഞ്ഞ ഇമ്പോർട്ടൻസിൽ നമ്മൾ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് നോട്ട് ബി ടു ലാർജ് ആൻഡ് ടു സ്മോൾ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിന് ഇല്ല, ഷോർട്ടേജ് ആണ്, ടു സ്മോൾ ആണ്. നമുക്ക് അറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷ് വളരെ കുറവാണ്. അതായത് നമുക്ക് ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് പോലും നമ്മുടെ കയ്യിൽ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു കമ്പനിക്ക് ഉണ്ടാവുക എന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലീഡ്സ് ടു ബിസിനസ് ഫെയിലിയർ. ബിസിനസ് ഫ്ലോപ്പായിട്ട് മാറും. കാരണം ബിസിനസ്സിലെ ഇപ്പോൾ സപ്പോസ് എംപ്ലോയീസിന് ഡെയിലി ശമ്പളം കൊടുക്കുന്നില്ല, പിറ്റത്തെ കുറച്ച് ദിവസമൊക്കെ അവർ വരും, പിന്നെ അവർ ചിലപ്പോൾ വന്നെന്ന് വരില്ല. എംപ്ലോയീസ് വന്നില്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കില്ല. പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് സമയത്ത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ കുറയും. അപ്പോൾ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമേഴ്സ് വേറെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് കുറയും, ബിസിനസ് ഫ്ലോപ്പായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിലെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഫെയിലിയർ ആവും. സെക്കൻഡ് വൺ ഈസ് കനോട്ട് എക്സ്പ്ലോർ ന്യൂ ഓപ്പർച്യൂണിറ്റി. ന്യൂ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പുതിയൊരു ഐഡിയ നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഒരു ബിസിനസ് ഐഡിയ നമ്മൾ കണ്ടുപിടിച്ചു. ആ ബിസിനസ് ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം? ക്യാഷ് വേണം. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഇന്നോവേറ്റീവായ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ഓൾറെഡി ബിസിനസ്സിലുള്ള ഒരാളാണ്. ആ ബിസിനസ്സുകാരൻ തന്നെ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റും കൊണ്ട് മാർക്കറ്റിലേക്ക് അങ്ങനെ ഒരു ഐഡിയ അയാളുടെ മനസ്സിൽ വന്നു. പക്ഷെ ആ ഐഡിയ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾ മാർക്കറ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടാകും, ഐഡിയ ഒരു പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പുകളൊക്കെ എക്സ്പെൻസീവാണ്. അത് നമുക്ക് ഇവിടെ ഡേ ടു ഡേ എക്സ്പെൻസ് തന്നെ മീറ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസും അണ്ടർടേക്കൺ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് പറയുന്നത് കനോട്ട് എക്സ്പ്ലോർ ന്യൂ ഓപ്പർച്യൂണിറ്റി. ഏതെങ്കിലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇന്നോവേഷനോ ഉണ്ടായാലൊന്നും നമുക്കതിന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ദ ലാക്ക് ഓഫ് ക്യാഷ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട് വിൽ ലോസ്റ്റ്. രണ്ട് ഡിസ്കൗണ്ടുകളുണ്ട്, അത് രണ്ടാണ്, സെപ്പറേറ്റ് പഠിക്കണം. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഫോർ ദി ബൾക്ക് പർച്ചേസ്. ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്.
ദെൻ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സപ്ലൈയുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽ ക്രെഡിറ്റിന് മേടിക്കുന്നു. ആ മേടിക്കുന്ന സമയത്ത് പറയാണ് നിങ്ങൾ 45 ദിവസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി ക്യാഷ്. അങ്ങനെയാണ് സാധാരണ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ പറയുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് വേണ്ട, നിങ്ങൾ 2 മാസം 3 മാസം, അത് സപ്ലൈയർ പറയുന്ന ദിവസം. സപ്പോസ് ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ആൾ പറഞ്ഞു നമ്മളോട് 2 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിലായി ഒരു ക്ലോസും കൂടി വെച്ചു. നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനിപ്പോൾ സപ്പോസ് 1 ലക്ഷം രൂപയുടെ റോ മെറ്റീരിയൽ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചെന്ന് വിചാരിക്കുക. നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തരണമെന്ന് വെച്ചാൽ നിങ്ങൾ 1 ലക്ഷം രൂപ തന്നെ തരണം. അതേസമയം 2 മാസത്തിന് പകരം 1 മാസത്തിനുള്ളിൽ നിങ്ങൾ തരാണെങ്കിൽ എനിക്ക് 1 ലക്ഷത്തിനും കുറവായിട്ട് ഒരു 98,000 അല്ലെങ്കിൽ 95,000 തന്നാൽ മതിയെന്ന് പറയുന്നു. അപ്പോൾ ആ വ്യത്യാസം, ഈ ഡിസ്കൗണ്ടിന് വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ഫോർ ദി ഏർലി പേയ്മെൻറ്റ്. നേരത്തെ 2 മാസം കഴിഞ്ഞിട്ട് തരേണ്ട കാശ് ഞാൻ 1 മാസം കഴിയുമ്പോഴേക്കും കൊടുക്കുന്നു. അപ്പോൾ അയാൾക്ക് അഡ്വാൻറ്റേജ് ആണ്. 2 മാസം കഴിഞ്ഞ് കിട്ടുന്ന കാശ് 1 മാസം നേരത്തെ കിട്ടുന്നുണ്ട്. അപ്പോൾ അയാൾ അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ടിന് വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. 2 ഡിസ്കൗണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ബൾക്ക് പർച്ചേസ്, ഹ്യൂജ് ക്വാണ്ടിറ്റി, അത് നമുക്ക് തന്നെ അറിയാം. ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും. അതിന് വിളിക്കുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. രണ്ടാമത്തത് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദ ക്രെഡിറ്റേഴ്സ് ഫോർ ദി ഏർലി പേയ്മെൻറ്റ്. നമ്മൾ 2 മാസം കഴിഞ്ഞ് കൊടുക്കേണ്ട ക്യാഷ് 1 മാസത്തിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ അവർ അലൗ ചെയ്യുന്ന ആ ഡിസ്കൗണ്ടിന് വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇത് രണ്ടും വിൽ ലോസ്, 2 നമുക്ക് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. കാരണം ട്രേഡ് ഡിസ്കൗണ്ട് ബൾക്കായിട്ട് മേടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ കാശുണ്ടാവും, അത് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ നമുക്ക് ആ ട്രേഡ് ഡിസ്കൗണ്ട് ലോസ്റ്റ് ആവും. ദെൻ ക്യാഷ് ഡിസ്കൗണ്ട്, ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ല, പിന്നെ നമുക്ക് ഏർലി പേയ്മെൻറ്റിന് ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും ഒന്നും കിട്ടില്ല. അതാണ് അടുത്ത ഒരു പ്രോബ്ലമായിട്ട് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ വിൽ ലോസ്റ്റ്. ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ എന്ന് നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാർക്കൊന്നും സമയത്തിന് ക്യാഷ് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളുടെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് നഷ്ടമാവും. ആൾക്കാരൊക്കെ വന്ന് ഡെയിലി നമ്മളോട് ക്യാഷ് ചോദിക്കും. നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ ക്യാഷ് ഇല്ല. ഉടനടി അവരുടെ മൈൻഡിൽ നമ്മുടെ കമ്പനിയുടെ ഇമേജ് വളരെ നെഗറ്റീവായിരിക്കും. അതാണ് പറയുന്നത് ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ വിൽ ലോസ്റ്റ്. താങ്ക് യു.